ഹലോ ഡിയേഴ്സ്. ഞാൻ 3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നി. അതാ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. എന്തായാലും ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിക്ക് അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി വളരെയധികം സ്ട്രോങ് ആയി മാറിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരു സ്ട്രെങ്ത് വന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായ അനുഭവങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയെ ഈ ഒരു തരത്തിൽ മാറ്റാനായിട്ട് സാധിച്ചത്. ഇനി അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ബാലൻസ് വന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിന്ന സിറ്റുവേഷൻ നിന്ന് ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ആ ഒരു വ്യക്തിക്ക് വർക്ക് ആവാത്ത സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്തിരിക്കാം. ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കരിയർ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജോബ് ബേസ് ചെയ്തിട്ടായിരിക്കാം. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതുകൊണ്ട് തന്നെ, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ബാലൻസ് വന്നതായിട്ട് കാണുന്നു. ഇത്രയും നാൾ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരുന്നത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായി നിന്ന ഒരു മൂന്നാമതൊരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം അവരുടെ ലൈഫിൽ ഒരു ബാലൻസ് വന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാൾ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ഓർത്ത് വളരെയധികം പ്രതീക്ഷയാണുള്ളത്. അതായത് ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻ തന്നെ, അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായ ആ സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിനെ പറ്റിയിട്ട് ഇപ്പോൾ ഒരു പ്രതീക്ഷയാണുള്ളത്. ചിലപ്പോൾ എൻഡായിപ്പോയ ഒരു ലൈഫായിരിക്കാം ആ ഒരു വ്യക്തിയുടെ. പക്ഷേ ഇപ്പോൾ ആ ഒരു ജീവിതത്തിനെ കുറിച്ച് ഓർത്തിട്ട് വളരെയധികം പ്രതീക്ഷയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ആ വ്യക്തിയുടെ ലൈഫിലെ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സിംഗിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് ഒരു പ്രപ്പോസലായി എത്തണം, നിങ്ങളെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന്, ഇത്രയും നാൾ അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണോ അതിനെല്ലാം ഒരു ക്ലാരിറ്റി തന്ന്, അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം,
അത് തുടങ്ങണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരണം, അല്ലെ അതിനൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. കുറച്ചുകൂടെ കാർഡ്സ് നോക്കാം, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്. ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് നേരത്തെ ഉണ്ടായിരിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരുന്നായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനായിരുന്നു. ആ ഒരു വ്യക്തിക്ക് എന്ത് തിരഞ്ഞെടുക്കണം, അല്ലെ നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം മാറി നിങ്ങളോട് വളരെയധികം പ്രണയം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക്. അതായത് അൺകണ്ടീഷണൽ ലവ്, അതായത് ഒരിക്കലും അവസാനിച്ചു പോകുന്ന ഒരു പ്രണയമല്ല നിങ്ങളുടേതെന്ന് ഇപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നു. കാരണം ആ ഒരു വ്യക്തി നിന്ന സിറ്റുവേഷൻസ് എല്ലാം ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ സന്തോഷം എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷനാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ കണക്ഷൻ. അതുപോലെ തന്നെ ഒരിക്കലും വറ്റിപ്പോവാത്ത ഒരു പ്രണയമാണ് നിങ്ങളുടേതെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാവുന്നു. നമുക്ക് കാർഡ്സ് കൂടുതൽ നോക്കാം. വളരെയധികം നഷ്ടബോധമുണ്ട് ഈ ഒരു പേഴ്സൺ, അത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യക്തി, അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും, അതായത് മെൻ്റൽ ക്ലാരിറ്റി അല്ലെ ആ ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും, ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ പാസ്റ്റിൽ തന്നെ ആ വ്യക്തിക്ക് എന്താണോ നഷ്ടമായത്, നിങ്ങളെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു നഷ്ടത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, അല്ലെ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അത് കാരണം ആ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളെ ഇനി നഷ്ടമായി പോകുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടമാകുമെന്നുള്ള ഒരു ഭയമാണ് ഈ ഒരു വ്യക്തിക്ക്. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ഒരു ക്രോസ് റോഡിലായിരിക്കാം. ആ ഒരു വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ഒന്ന് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കാം. അപ്പോൾ ഇമോഷണലി ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. ആ ഒരു വ്യക്തി പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായി ഡിസിഷൻ എടുത്ത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് തനിക്ക് വേദനിക്കേണ്ടി വരുമോ, അതായത് ആ ഒരു വ്യക്തിക്ക് ഇമോഷണലി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സങ്കടപ്പെടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും വിഷമിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം ചിന്തിച്ച് വളരെയധികം പ്രാക്ടിക്കലായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഡിസിഷൻ എടുത്ത് തൻ്റെ സിറ്റുവേഷനെല്ലാം ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു. എന്താണ് ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ? ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക. അതായത് നിങ്ങൾ തമ്മിൽ ഇത്രയും നാൾ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഇതിനോടകം തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിനൊരു ബാലൻസ് കൊണ്ടുവന്ന്, അതായത് നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി സ്ട്രോങ് ആക്കി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നൽകുക, അല്ലെങ്കിൽ ഒരുപാട് തലമുറകളായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ സ്വപ്നം കാണുകയാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നോക്കിയാൽ തന്നെ കാണാം 3 ജനറേഷൻസാണ് നമുക്ക് ഈ ഒരു കാർഡിനകത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം,
അതുപോലെ തന്നെ വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് ഇനി ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ക്ലാരിറ്റിയുമായി എത്തണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള വഴികൾ ഈ ഒരു പേഴ്സൺ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു മെൻ്റൽ ക്ലാരിറ്റി ഈ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അതിനുള്ള വഴികൾ ഈ ഒരു വ്യക്തി തിരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ സ്പീഡായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് വളരെയധികം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സഡനായിട്ടായിരിക്കും ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പം പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വഴികളാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഡനായിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡായിരുന്നു. ഇനിയും നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെയും ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് വളരെ സഡനായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണം, തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയനാണ് എനിക്കിവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. അതായത് നിങ്ങളിപ്പോൾ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണം, ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ഫ്യൂച്ചർ എനർജിയിൽ കാണുന്ന ഒരു സ്പിരിച്വൽ യൂണിയനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡായിരുന്നു. ഇത് ആരുടെ എനർജിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യാനായിട്ട് മറക്കരുത്. ഇനിയും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യമേ തന്നെ ആയിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തനിച്ചാണ്, കൂടെ ആരുമില്ല. അതായത് ഇപ്പോൾ തനിച്ചിരുന്ന് തൻ്റെ ലൈഫിനെ പറ്റിയിട്ടും തന്നെ പറ്റിയിട്ടും തൻ്റെ ലൈഫിനെ പറ്റിയിട്ടും അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണ്. എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞില്ല, ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയോ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഇത്രയും നാൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രോസ്പിരിറ്റി ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവർ ഓൾറെഡി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടെ നിങ്ങളെന്നുള്ളൊരു വ്യക്തി മാത്രം ഇല്ലെന്നുള്ളൊരു സങ്കടമാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് എല്ലാത്തിൽ നിന്നും വിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു കാർഡൂടെ നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുമായിട്ട് എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോയത് അവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം.
അതായത് പഴയ പ്രോബ്ലംസിനെ എല്ലാം അവിടെ വിട്ടിട്ട്, അതായത് പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട്, അതാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം. കാർഡ് താഴെ പോയി. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമുക്കിവിടെ 8 ഓഫ് ഹാൻഡ്സ് ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു അവരുടെ എനർജിയിൽ. ഇവിടെ നമ്മൾ 8 ഓഫ് ഹാൻഡ്സ് അവരുടെ സോൾ മെസ്സേജിലും എനിക്ക് കിട്ടി. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തിരിച്ചു വരണമെന്ന് ഈ ഒരു പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണം എന്നുള്ളത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വേണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അത് നിങ്ങൾക്ക് തരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അത് ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാരേജ് പോലത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു വിവരവും കാണുന്നില്ലായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഈ ഒരു പേഴ്സൺ തിരികെ വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ വിഷ് എന്താണോ അത് ഫുൾഫിൽ ആകുന്നതാണ്. അതായത് നിങ്ങളുടെ വിഷ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു വിഷ് ഫുൾഫിൽ ആകുന്നതാണ്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു റീയൂണിയനാണ് വരാൻ പോകുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണെയും ചിന്തിച്ച് മാത്രം ഇരിക്കുകയായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ. പക്ഷേ ഇവിടെ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ മാറ്റുകയാണെങ്കിൽ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിനൊരു സക്സസ് ആണ് വരാൻ പോകുന്നത്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു റീയൂണിയനാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളുകളായിരിക്കാം, പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ തന്നെ സങ്കടപ്പെടുന്ന ആൾ, വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. കൺഫ്യൂഷൻസ് ഒഴിവാക്കിയാൽ തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് മൈൻഡ് ആയിരിക്കാം. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി വളരെയധികം നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകയായിരിക്കാം. ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ കാണാം നിങ്ങൾക്ക്, ഈ ഒരു വ്യക്തിയുടെ ചുറ്റും കുറച്ച് കാക്കകൾ ആ ഒരു വ്യക്തിയെ ഇട്ട് കൊത്തിപ്പറിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടും, ആ ഒരു ചിന്തകൾ തന്നെ നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണം ഈ ഒരു സമയം. കാരണം പുറത്ത് വന്നാൽ മാത്രമേ ആ ഒരു ലൈഫ് നിങ്ങൾക്ക് സാധ്യമാവും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു, കാരണം ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ഈ ഒരു ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ലോ ഓഫ് അട്രാക്ഷനാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ
അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഗൈഡൻസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡിലായിരിക്കാം. അപ്പോൾ യൂണിവേഴ്സ് അതാണ് ഇങ്ങനെ ഇതുപോലത്തെ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് ഒഴിവാക്കണം. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്. കാരണം കൂടുതൽ നമ്മൾ ഈ ഒരു സമയം കൂടുതൽ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ പോകുന്നതാണ്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടെ സ്പിരിച്വൽ ആവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണലായിരിക്കാം. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പ്രാർത്ഥനയോടുകൂടി തുടരുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ക്ലൂസ് നോക്കാം. ഹെൽത്ത് ഇഷ്യൂസ് ആദ്യമേ തന്നെ നമുക്കത് തന്നെ കിട്ടി. നിങ്ങൾക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വയറ് വേദനിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഈ ഒരു സ്ട്രെസ്സിൻ്റേത് കൊണ്ടാണ്. നിങ്ങളത് മനസ്സിലാക്കുക. വയനാട് 45 ബ്ലൂ കളർ, മേടം, മകരം, രോഹിണി, മകയിരം, 1994, 1987, number 15, butterflies, yes possible, short hair, within 48 hours. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമായിരിക്കാം. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി കിട്ടിയായിരുന്നു എനിക്ക്. 2002, 27 ഭരണി നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, പൂരം നക്ഷത്രം, നമ്പർ 34 അബ്രോഡ്, 46 മിഥുനം, 1975 മലപ്പുറം, ലെറ്റർ എച്ച്, 42 തൃക്കേട്ട നക്ഷത്രം, 2000 ലെറ്റർ ജെ, നമ്പർ 3, 1992 ലെറ്റർ എ, 2 months, colored hair, കാർത്തിക നക്ഷത്രം, 1976, 1995 ഫോട്ടോഗ്രാഫി, ഉത്രാടം, 1 month, tomorrow, letter S, പൂയം നക്ഷത്രം, within 24 hours, letter G, 1988 black color, പൂരാടം, ജൂൺ, ജൂലൈ 28 നമ്പർ 22 ചെന്നൈ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഈ ഒരു സമയം നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ നിന്ന് തന്നെ മനസ്സിലായതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്പിരിച്വൽ യൂണിയനാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ അതിനുള്ള വഴികൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുകയുള്ളൂ.